ഇതുവും അല്ലുവും തങ്ങളുടെ തിളങ്ങുന്ന പറക്കും സൈക്കിളുമായി മുന്നോട്ടുവന്നു. സൈക്കിളിന്റെ സോളാർ പാനലുകൾ നേരിയ വെളിച്ചത്തിൽ തിളങ്ങി. ഞങ്ങൾക്ക് ആർക്ക് ഓഫ് സൺറൈസിലേക്ക് പറക്കാൻ കഴിയും. ഞങ്ങളുടെ സൈക്കിളിന് സ്വന്തമായി ഊർജ്ജമുണ്ട്, ഇതു ധൈര്യത്തോടെ പറഞ്ഞു. നഗരത്തിലെ പ്രസിഡന്റായ ഡോക്ടർ എലീന വാങ് അവർക്കൊരു അവസരം നൽകി. സൈക്കിൾ പതിയെ ഉയർന്നു പൊങ്ങി, ഇരുട്ടിലാണ്ട കെട്ടിടങ്ങളെയും നക്ഷത്രങ്ങളെയും പിന്നിലാക്കി കുതിച്ചു. ഇതു മിടുക്കനായി സൈക്കിൾ ഓടിച്ചു. അല്ലുകേടായ സൂര്യബാറ്ററികൾ പരിശോധിച്ചപ്പോൾ ഒരു ചെറിയ വയർ വേർപെട്ട് കിടക്കുന്നത് കണ്ടു. തന്റെ ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവനത് ശരിയാക്കി. പെട്ടെന്ന് ആർക്ക് ഓഫ് സൺറൈസ് വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. നഗരം മുഴുവൻ പ്രകാശിച്ചു. ആളുകൾ സന്തോഷത്തോടെ ആർത്തുവിളിച്ചു. ഒരു ചെറിയ വയറും ഒരു പഴയ സ്വപ്നവും 2 കുട്ടികളുടെ ധൈര്യവും ചേർന്ന് നഗരത്തിന് വീണ്ടും വെളിച്ചം നൽകി. ഇതുവും അല്ലുവും നഗരത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആളുകൾ അവരെ വലിയ വീരന്മാരെപ്പോലെ സ്വീകരിച്ചു. പ്രസിഡന്റ് എലീന വാങ് അവരെ അഭിനന്ദിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ നഗരത്തെ രക്ഷിച്ചു. നിങ്ങളുടെ പഴയ സൈക്കിളും പുതിയ അറിവും ഞങ്ങൾക്ക് വലിയൊരു പാഠമാണ്. പുതിയ സാങ്കേതിക വിദ്യയെയും പഴയ അറിവിനെയും ഒരുമിച്ച് ഉപയോഗിച്ചാൽ എന്തും സാധ്യമാകും. അന്നുമുതൽ ആകാശനഗർ ഒരു പുതിയ വഴിയിലായി. അവർ പഴയതിനെ ബഹുമാനിച്ചും ഭാവിയെ സ്വപ്നം കണ്ടും മുന്നോട്ടുപോയി. ആകാശനഗരത്തിലെ കുട്ടികൾ പഴയ പുസ്തകങ്ങൾ വായിക്കാനും യന്ത്രങ്ങൾ പഠിക്കാനും തുടങ്ങി. ഇതുവും അല്ലുവും തങ്ങളുടെ പറക്കും സൈക്കിളിൽ ആകാശത്ത് കറങ്ങി നടന്നു. അവരുടെ ചിറകുകൾ ഒരു പുതിയ ലോകത്തിന്റെ പ്രതീക്ഷയായി തിളങ്ങി. കാരണം ഏറ്റവും വേഗതയേറിയ വണ്ടിക്കോ ഏറ്റവും പുതിയ കണ്ടുപിടുത്തത്തിനോ കഴിയാത്ത ഒരു കാര്യം ഒരു പഴയ പറക്കും സൈക്കിളിനും 2 ധീരരായ കുട്ടികൾക്കും ഒരു നഗരത്തിന്റെ ജീവിതം മാറ്റിയെഴുതാൻ സാധിക്കുമെന്ന് അവർ മനസ്സിലാക്കി. പഴയതും പുതിയതും ഒന്നായി മാറിയ ഒരു ലോകമായി ആകാശനഗർ മാറി.